ഫസ്റ്റ് എടുക്കുന്നതിന് പ്രശ്നമുള്ളൂ. ഫസ്റ്റ് കൺസംഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അവർ വീണ്ടും നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മളിനി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്ത മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ഇവിടെ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർ പോപ്കോൺ എന്ന് പറയുന്ന പാക്കിൽ വാങ്ങി കഴിക്കണില്ല, വളരെ കുറവാണ്. പക്ഷെ അവരെ നമ്മൾ ശീലിപ്പിക്കുകയാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല വൃത്തിയായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് അവരെ ആ ഒരു ശീലത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാണ്. പക്ഷെ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, നമ്മുടെ മാർക്കറ്റിംഗിൽ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളും ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഇനീഷ്യൽ സ്റ്റേജിൽ. ഇപ്പോഴും ഞാനത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാർ ചോദിക്കുന്നത് ഇതൊന്നും പോകില്ല, ഇതൊന്നും വാങ്ങൂല എന്നുള്ള ഓൾറെഡി ഒരു പ്രിജുഡീസ് മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെനിഫിറ്റ് കിട്ടണം. ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് ആൾക്കാർ വാങ്ങുന്നുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ ഷോപ്പിലും 10 പാക്കറ്റ് വെച്ചിട്ടാണ്. ഒരു മാസം ആയി കഴിഞ്ഞാലും ഈ 10 പാക്കിൽ ഒരു പാക്കറ്റ് പോലും പോകില്ല. എന്താ ആൾക്കാർ യൂസ്ഡ് അല്ല. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ അത്രയും ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ലേൺ ചെയ്തു. മാർക്കറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ പരസ്യങ്ങൾ ചെയ്യാനും അവയർനെസ് അഡ്വർടൈസ്മെന്റ് കൊടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ മാത്രമല്ല, വൺസ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദേ ക്യാൻ യൂസ് അഗൈൻ. ബിക്കോസ് നമ്മൾ കൊടുക്കുന്നത് ഗുഡ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എടുക്കുന്നതിന് പ്രശ്നമുള്ളൂ. ഫസ്റ്റ് കൺസംഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അവർ വീണ്ടും നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പം നമുക്ക് ഒരുപാട് ഷോപ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്.